എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെണ്ടയ്ക്ക കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി തോട് കളഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, 2 വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ഇടുന്നത് കൊണ്ട് പുളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. ഇത് സാമ്പാർ പൊടി ഞാൻ 3 ആഴ്ച മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സാമ്പാർ പൊടി മാത്രമേ പൊടിയായിട്ട് ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ച പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മൂപ്പിക്കുക. കടുക് നന്നായിട്ട് പൊട്ടണം. കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി തോട് കളഞ്ഞു വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂപ്പിക്കുക. തീയലിനെ വറുക്കും പോലെ അങ്ങ് നല്ല ബ്രൗൺ കളറൊന്നും ആകണ്ട, എന്നാലും ഒന്ന് നന്നായിട്ട് വഴറ്റി കിട്ടണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ പാകത്തിന് മതിയാകും. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 3 സ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. ഇതിൽ പരിപ്പോ വലിയ ഒന്നും ചേർക്കുന്നില്ല. 3 സ്പൂണ് സാമ്പാർ പൊടി ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇങ്ങനെ ഒന്ന് എണ്ണയിൽ മൂക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു മണവും ഒരു കളറും കിട്ടും. ഇനി ഇതിലേക്ക് 2 ടൊമാറ്റോ എടുത്തതിൽ 1.5 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതൊന്ന് അതിലേക്കിട്ട് ഒന്ന് വേവിക്കുക. ഇത് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് വെണ്ടയ്ക്ക അരിഞ്ഞതും ബാക്കി ഒരു 1/2 ടൊമാറ്റോയും ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ടൊമാറ്റോ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്കയും പകുതി ടൊമാറ്റോ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സാക്കുക. എല്ലാം കൂടി നന്നായിട്ട് വെണ്ടയ്ക്കയിൽ നല്ലപോലെ കൂട്ടെല്ലാം പിടിച്ച് ഒന്ന് വഴറ്റിയെടുക്കുക. തീരെ അങ്ങ് ഇതായി പോകണ്ട. പിന്നെ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോഴത്തേക്ക് വെണ്ടയ്ക്ക വല്ലാതെ ഉടഞ്ഞു പോകും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ ഒരു സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് 2 ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഇനി ഇത് നല്ല പോലെ തിളച്ച് ഒന്ന് വരണം. ഇപ്പം തന്നെ കഷ്ണമെല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഇനി നല്ല പോലെ തിളച്ചാൽ മാത്രം മതിയാകും. തിളച്ച് ഈ വെണ്ടയ്ക്കയിൽ കൂട്ടെല്ലാം ഒന്ന് പിടിച്ച് കിട്ടണം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരണതിനനുസരിച്ച് ഇത് കുറുകി കിട്ടുകയും ചെയ്യും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പോ പുളിയോ ഉണ്ടോയെന്നൊന്ന് നോക്കാം. പുളി കുറവാണെങ്കിൽ മാത്രം പുളി ചേർത്താൽ മതി. ചിലർക്ക് ടൊമാറ്റോയുടെ പുളി തന്നെ മതിയാകും. കുറച്ച് കുറവാണ്. ഇനി ലേശം പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇപ്പം
കുറുകി വരുന്നുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കാം. ഇതൊന്ന് തണുത്തപ്പോൾ ഒന്നും കൂടെ കുറുകിയിട്ടുണ്ട്. ഇതിനി ചോറിൻ്റെ കൂടെയും ദോശ, ഇഡ്ഡലി എന്നിവയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ഒരു സാമ്പാറാണ്. ഈ ഹോം മെയ്ഡ് സാമ്പാർ പൊടിയുടെ വീഡിയോ ഞാൻ 3 ആഴ്ച മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരെല്ലാം ഒന്ന് കാണണേ. ഇനി ചോറിൻ്റെ കൂടെ സാമ്പാർ വിളമ്പുകയാണ്. ഈ ഒരു പാകത്തിന് സാമ്പാർ ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.